എന്തൊരു ചൂടാലേ പുറത്ത്. ചൂടായതുകൊണ്ട് തന്നെ അപ്പൻ പൊട്ടുവെള്ളരി മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഇതധികം പഴുക്കാത്തതുകൊണ്ട് തന്നെ പൊട്ടാത്ത വെള്ളരിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൊട്ടാത്ത വെള്ളരി ജ്യൂസ് ഉണ്ടാക്കി. അതുപോലെ പഴുക്കാത്തതുകൊണ്ട് ഞങ്ങൾക്കൊരു ഡൗട്ടായിരുന്നു, ഇത് നല്ലതായിരിക്കുമോ അല്ലെങ്കിൽ ഫ്ലോപ്പായി പോവുമോ എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ ഇതിൻ്റെ കുരുവും തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് അടിച്ചെടുത്തപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ തണുപ്പിക്കാൻ വേണ്ടി കുറച്ച് നേരം ഫ്രിഡ്ജിലും കൂടി വെച്ചിട്ടാണ് എടുത്തത്. കുറച്ചുകൂടെ പഴുത്തതായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇതും നല്ലതായിരുന്നു. അങ്ങനെ അപ്പനും അമ്മയും കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും മോൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അവൾക്ക് അത്ര ഇഷ്ടമായൊന്നുമില്ല കേട്ടോ. അപ്പോൾ അമ്മ കുറച്ച് കാഷ്യൂനട്ടൊക്കെ അതിലിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അവൾ ആദ്യം കാഷ്യൂനട്ടൊക്കെ പെറുക്കി തിന്നു. പിന്നെ ഞാൻ നിർബന്ധിച്ച് ഒരു 2-3 അവളെ കൊണ്ട് കുടിപ്പിച്ചു കേട്ടോ. പിന്നെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഇഷ്ടമായി എന്നൊക്കെ അവൾ പറഞ്ഞെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ ഗ്ലാസ് അവിടെ വെച്ചിട്ട് അവളുടെ പാട്ടിന് പോയി. അവളുടെ ജ്യൂസും കൂടി ഞാൻ കുടിക്കേണ്ടി വന്നു കേട്ടോ. അല്ലെങ്കിലും നല്ല നല്ല സാധനങ്ങളൊന്നും അവൾക്ക് ഇഷ്ടാവില്ല. ഈ ചൂടത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ പൊട്ടുവെള്ളരി ജ്യൂസ് അല്ലെങ്കിൽ തണ്ണിമത്തൻ ജ്യൂസൊക്കെ. നല്ല അടിപൊളി ഐറ്റമാണ് ഈ ചൂടത്ത്. അപ്പോൾ നിങ്ങളും വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.